നമസ്കാരം. ഇത് കോവിഡ് കാലമാണ്. ഒരു രോഗം വന്നാൽ ആശുപത്രിയിൽ പോകാൻ എല്ലാവരും ഭയപ്പെടുന്ന കാലം. അതുകൊണ്ടാണ് കോവിഡ് പൊട്ടിപ്പുറപ്പെട്ട ഉടനെ നമ്മൾ അത്ഭുതകരമായ ഒരു മാറ്റം കണ്ടത്. ആശുപത്രികളിലേക്ക് പോകുന്നവരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞതാണ്. അതെ, സർക്കാർ ആശുപത്രികളിൽ മണിക്കൂറുകൾ OP ടിക്കറ്റിന് വേണ്ടി ക്യൂ നിന്നിരുന്നത് കാലം മാറി. ആരും പോവാത്ത അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. സ്വകാര്യ ആശുപത്രികൾ ഏതാണ്ട് അടച്ചുപൂട്ടുന്ന അവസ്ഥയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ തിരിച്ചു വീണ്ടും ആശുപത്രിയിൽ ആളുകൾ പോയി തുടങ്ങി. എങ്കിൽ പോലും പഴയൊരു തിരക്കില്ല. ആളുകൾ ജീവിത രീതിയിൽ മാറ്റം വരുത്തി സ്വയം പ്രതിരോധിക്കാൻ തുടങ്ങി. എന്നാൽ ഈ കാലയളവിൽ ഒരു വലിയ സംഭവം നമ്മുടെ നാട്ടിലുണ്ടായി. കോവിഡ് കാലത്ത് ആശുപത്രിയിലേക്ക് പോകുന്ന അസൗകര്യം ഒഴിവാക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഒരു ഓൺലൈൻ കൺസൾട്ടൻസി തുടങ്ങി. നമ്മൾ വേണ്ടത്ര ഗൗരവം അതിന് കൊടുത്തിട്ടില്ല. സഞ്ജീവനി എന്നാണ് അതിൻ്റെ പേര്. ഈ സഞ്ജീവനി ഏപ്രിൽ മാസം ഏതാണ്ട് 15-ാം തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചപ്പോൾ 6 മാസം പൂർത്തിയായിരിക്കുന്നു. ഈ 6 മാസത്തിനിടയിൽ ഏതാണ്ട് 4 ലക്ഷം പേർ സൗജന്യമായി ഈ കൺസൾട്ടൻസിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്കൊരു രോഗം വന്നാൽ ഈ പറയുന്ന വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് പേര് രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങളുടെ ഡോക്ടറുടെ സഹായം തേടാം. അല്ലെങ്കിൽ ഇതിന് പ്ലേ സ്റ്റോറിൽ നിന്നും മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡോക്ടറുടെ സഹായം തേടാം. വളരെ സിമ്പിളാണ്. 5 പൈസ പോലും മുടക്കേണ്ട. ആദ്യം പോയി നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സും നിങ്ങളുടെ വിലാസവും സംസ്ഥാനവും മൊബൈൽ നമ്പരും ഒക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. പിന്നീട് ആവശ്യമുള്ളപ്പോൾ പോയി നിങ്ങൾ മൊബൈൽ നമ്പർ കൊടുത്ത് ലോഗിൻ ചെയ്താൽ നിങ്ങൾക്കൊരു ടോക്കൺ കിട്ടും. ഈ ടോക്കണുമായി നിങ്ങളൊരു ഫോമുണ്ട്. ഈ ഫോമിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സർട്ടിഫിക്കറ്റോ ഒന്നുമില്ലാതെ തന്നെ നിങ്ങൾക്ക് ഡോക്ടറോട് സംസാരിച്ചാൽ മതിയെങ്കിൽ കോൾ ദ ഡോക്ടർ എന്ന ഓപ്ഷൻ കൊടുത്താൽ മതി. ഡോക്ടർ നിങ്ങൾ തിരിച്ചു വിളിക്കും. ഇല്ലെങ്കിൽ നിങ്ങളുടെ ലാബ് പരിശോധനാ ഫലമോ എന്തെങ്കിലും സ്കാനിങ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഈ ഡോക്ടർ പരിശോധിച്ചിട്ട് നിങ്ങൾ ഈ പേഷ്യൻ്റ് ക്യൂവിൽ കയറി കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റിനകം വീഡിയോ കോളിൽ നിങ്ങളെ ഡോക്ടർ വിളിക്കും. അതെ, നല്ല ഒന്നാന്തരം ജീവിച്ചിരിക്കുന്ന ഡോക്ടർ. അങ്ങനെ ഡൽഹിയിലെ എയിംസ് മുതൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വരെയുള്ള ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാർ വിളിക്കും. 5 പൈസ പോലും മുടക്കണ്ട. ഭാഷയുടെ പ്രശ്നമുള്ളതുകൊണ്ട് കൂടുതൽ പ്രാധാന്യം അതാത് സംസ്ഥാനങ്ങളിലെ ഡോക്ടർമാരാണ്. 26 സംസ്ഥാനങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്, കേരളം ഉൾപ്പെടെ. അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഡോക്ടർമാർ നിങ്ങളെ വീഡിയോ കോളിലൂടെ ചെയ്ത് നിങ്ങൾക്ക് ചികിത്സ നിർദ്ദേശിക്കും. നിങ്ങൾ ആശുപത്രിയിൽ പോകണമെങ്കിൽ ആശുപത്രിയിൽ പോകാൻ നിർദ്ദേശിക്കും. മരുന്ന് വേണമെങ്കിൽ മരുന്ന് പറയും. അതും രണ്ടുണ്ട്, ജനറലും ഉണ്ട്, സ്പെഷ്യലിസ്റ്റുമുണ്ട്. ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗുരുതരമായ രോഗമോ പ്രശ്നമാണെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി പോകാം. അതല്ല, നിങ്ങൾക്ക് സാധാരണ രോഗലക്ഷണമാണ്, നിങ്ങൾക്ക് പനി, ജലദോഷം, നെഞ്ചുവേദന, മുഖത്ത് നീര്, കഴുത്തിന് നീര്, നിങ്ങൾക്കൊരു രോഗം നിങ്ങൾ ഭയപ്പെടും. നിങ്ങൾ സാധാരണ നമ്മൾ ഡോക്ടറെ കാണാൻ പോകുന്ന കൂടുതൽ സമയവും നമുക്കൊരു രോഗം ഭയം ഉണ്ടാകുമ്പോഴാണ്. അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഈ ജനറൽ OPDയിൽ പോവാം. ഈ ജനറൽ OPDയിൽ നിന്ന് ഡോക്ടർമാർ നിങ്ങളെ പരിശോധിക്കും ഓൺലൈൻ വഴി. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട മരുന്ന് പറയും. അതല്ല, നിങ്ങൾ ആശുപത്രിയിൽ പോകണമെങ്കിൽ ആശുപത്രിയിൽ പോകാൻ പറയും. നിങ്ങൾ ഇതിൽ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ വീഡിയോ കോളിലൂടെ നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങളെ കൃത്യമായി, അതായത് സാധാരണ നിങ്ങൾ ആശുപത്രിയിൽ പോകുന്ന അതേ ഫലം നിങ്ങൾക്ക് കിട്ടുകയാണ്. അതേസമയം 5 പൈസ പോലും നിങ്ങൾ കൊടുക്കേണ്ട. കൺസൾട്ടന്റ് ഫീസ് ഇല്ല, സമയമില്ല. ആശുപത്രിയിൽ പോയി കോവിഡ് പടരുമോ എന്ന് ഭയപ്പെടുകയും വേണ്ട. പക്ഷേ ഇതുവരെയായിട്ട് 6 മാസമായിട്ട് 33,340 മലയാളികൾ മാത്രമാണ് അതിൽ രജിസ്റ്റർ ചെയ്ത് സഹായം കൈപ്പറ്റിയിട്ടുള്ളത്. അതേസമയം നമ്മൾ വിദ്യാഭ്യാസമില്ല, ജാതിവെറിയാണ് എന്ന് പറയുന്ന UPയിൽ 1 ലക്ഷത്തിലധികം ആളുകൾ ചെയ്തു. ഏറ്റവും കൂടുതൽ ആളുകൾ ചികിത്സ തേടിയത് തമിഴ്നാട്ടിൽ നിന്നാണ്. തമിഴ്നാട്ടിൽ ഇത് 1,33,167 പേർ ചികിത്സ തേടിയിരിക്കുന്നു. അതായത് ഓരോ ദിവസം ആദ്യം 3 മാസം കൊണ്ടാണ് 1 ലക്ഷം പേർ ചികിത്സ തേടിയെങ്കിൽ ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് 1 ലക്ഷം പേർ ചികിത്സ തേടുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുക. ഏതാണ്ട് 16,000 ഡോക്ടർമാർ ഇപ്പോൾ ഇതിനോടകം ഈ സഞ്ജീവനി പദ്ധതിയിലൂടെ രോഗികളെ കണ്ടിട്ടുണ്ട്. എത്ര രോഗികൾ ഉണ്ടാവുന്നോ അത്രയധികം ഡോക്ടർമാരും ഉണ്ടാവും. കാരണം 26 സംസ്ഥാനങ്ങളിലെ മെഡിക്കൽ കോളേജുകളും സർക്കാർ ആശുപത്രികളും എയിംസ് പോലുള്ള വലിയ ആശുപത്രികളും ഈ പദ്ധതിയുടെ ഭാഗമാവുകയാണ്. നിങ്ങൾക്കൊരു കാശ് മുടക്കില്ല, നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് ഇതിന് സഹായം കൈപ്പറ്റാം. പക്ഷെ എന്തുകൊണ്ടോ നമ്മൾ മലയാളികളിൽ പലരും ഇത് അറിയുന്നില്ല, ചർച്ച ചെയ്യുന്നില്ല. അതോ ഇനി കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ആയതുകൊണ്ട് അതിൽ കേരളം പങ്കെടുക്കുന്നുണ്ടെങ്കിൽ കൂടി അതിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന ചിന്ത കൊണ്ടാണെന്ന് അറിയില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വളരെ എളുപ്പത്തിൽ പങ്കെടുക്കാം. ഇതിൽ പങ്കെടുക്കാനുള്ള വഴി എന്ന് പറയുന്നത്, നിങ്ങൾ ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊബൈലിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ eSanjeevani.opd.in എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക. eSanjeevani.opd.in എന്ന് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നെങ്കിൽ ഗൂഗിളിൽ പോയി eSanjeevani സെർച്ച് ചെയ്താൽ കിട്ടും. അതിൻ്റെ /കേരള ആണ് കേരളത്തിനത്, മലയാളത്തിൽ തന്നെയുണ്ട്. നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുന്ന, രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഫോൺ വിളിച്ചാൽ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സംവിധാനം അവിടെയുണ്ട്. നിങ്ങൾക്ക് 2 കിട്ടും. ആദ്യം നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ. പിന്നീട് നിങ്ങൾക്ക് ചികിത്സ വേണ്ടപ്പോൾ ലോഗിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു മൊബൈലിലേക്ക് ഒരു ടോക്കൺ തരും. ഈ
ടോക്കൺ വെച്ചാണ് നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടതും നിങ്ങളുടെ രോഗവിവരങ്ങൾ കൊടുക്കേണ്ടതും. ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടായിട്ട് എന്തുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ ഈ ആശുപത്രിയിലേക്ക് ഓടിപ്പോകേണ്ട ഒരു കാര്യവുമില്ല. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ സ്വകാര്യ ആശുപത്രി മുതലാളിമാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആവാം ഇതിന് വേണ്ടത്ര പബ്ലിസിറ്റി ആരും കൊടുക്കാത്തതെന്ന്. വാസ്തവത്തിൽ 90% രോഗികൾക്കും ഇത് സഹായകരമാണ്. വളരെ ഗുരുതരമായ സാഹചര്യമുള്ളവർക്ക് മാത്രമല്ല ഈ ചികിത്സ കിട്ടിക്കഴിയുമ്പോൾ, ഈ കൺസൾട്ടൻസി കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളുടെ അവസ്ഥ മോശമാണെങ്കിൽ ആശുപത്രിയിൽ പോകാൻ നിങ്ങൾക്ക് റെഫറൻസ് കിട്ടും. അതായത് ഇത്രയും ലളിതമായ ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടും ആരും അത് തിരിച്ചറിയുന്നില്ല, ഉപയോഗിക്കുന്നില്ല എന്നൊരു സങ്കടം എനിക്കുണ്ട്. ദയവായി നിങ്ങൾ പോകുക, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഇ-സഞ്ജീവനി OPD എന്ന് സെർച്ച് ചെയ്യുകയോ പ്ലേ സ്റ്റോറിൽ പോയി അത് ഡൗൺലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ പോയി ഇ-സഞ്ജീവനി OPD.in എന്ന് പറയുന്ന ലോഗിൻ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് ഈ ചികിത്സാ സൗകര്യം ഉപയോഗിക്കുക. കാരണം 5 പൈസ മുടക്കില്ല. വലിയ വിദഗ്ധന്മാരായ ഡോക്ടർമാർ നിങ്ങളെ സഹായിക്കുമെന്ന് മറക്കാതിരിക്കുക.